അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സവാളയൊക്കെ വഴറ്റുന്ന ഒരു സ്റ്റോപ്പാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ബാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൈ കിട്ടിയ പട്ട ഗ്രാമ്പു അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കൈ കിട്ടിയതൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അരി കഴുകി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെയൊക്കെ അരി ഇങ്ങനെ കഴുകി ഡയറക്റ്റ് നെയ്യിലേക്ക് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാറില്ലായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം തിളച്ച് അതിനകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ ചോറിന് നല്ല ടേസ്റ്റ് വന്നു തുടങ്ങി കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു എൻ്റെ ചോറിന് എന്താ അങ്ങനെ ടേസ്റ്റ് വരാത്തതെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നു കേട്ടോ. അതായത് നമ്മുടെ ആ നെയ്യും സവാളയൊക്കെ വഴറ്റിയതിനകത്തേക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളമെങ്കിലും നമ്മുടെ അരിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മല്ലിയിലയും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നാരങ്ങയും പിഴിഞ്ഞ് കൊടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വെച്ചത് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി കൂടുതൽ വരട്ടാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീഞ്ഞട്ടിയിട്ട് നല്ല പണി വരും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ചോറിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വേവാൻ വേണ്ടി മൂടി വെച്ചു കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോറിലേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഊറ്റി. നെയ്യ് ഒരുപാട് ഉണ്ടായില്ല കേട്ടോ, ചെറിയ നെയ്യ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഊറ്റി ആയി തന്നെ മുന്തിരി വറുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് പിന്നെ സവാളയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇവിടെ എന്തോരം വറുത്താലും തികയില്ല കേട്ടോ. കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. അത് ചോറിൽ നിന്ന് വറുക്കി തിന്നാലായാലും അല്ലാതെ വറുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ അതിൽ താഴെ ഉണ്ടാവുള്ളൂ നമുക്ക് ചോറിലേക്ക് ഇടാൻ നേരത്ത്. അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി കൂടുതൽ വറുത്തെടുക്കാറുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമല്ല. നമ്മൾ വെറുതെ എന്തായാലും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ ചോറുണ്ടാക്കുമ്പോഴല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചധികം തന്നെ ചെയ്തെടുക്കും. പിന്നെ ഞാൻ അടിക്ക് വേറെ എന്തോ പണിക്ക് പോയപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വേഗം കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ കോരി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കറിവേപ്പിലയും ഇട്ട് കറിയിലേക്ക് ഊറ്റി അത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചോറ് ആദ്യം ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് വെള്ളം നന്നായിട്ട് വറ്റുകയും ചെയ്തു. എന്നാൽ ചോറ് ഒട്ടും വേവാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഊറ്റി കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമല്ല, നമുക്ക് പാകത്തിനുള്ള വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് നെയ്യും കൂടെ ഊറ്റി പിന്നെ നമ്മൾ വറുത്ത് ചേർന്ന സംഭവങ്ങളും കുറച്ച് മല്ലിയിലേക്ക് അരിഞ്ഞിട്ട് റെഡിയാക്കി നമ്മൾ ചോറ് അവിടെ മൂടി വെച്ചു. സത്യം പറഞ്ഞാൽ മല്ലിയിലയുടെ ഫ്ലേവർ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒട്ടും ഇടാറില്ല. പിന്നെ ഈ ചോറ് വയ്ക്കുമ്പോൾ വെറുതെ മുകളിൽ ഒരു ഫോർമാലിറ്റിക്ക് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചോറിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിക്കറി താളിക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയൊക്കെ അവിടെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കറിയും താളിച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയുടെയും ചോറിൻ്റെയൊക്കെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡ് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ ഉള്ള പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് മാത്രം പോകാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.